ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചു, പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ വർക്കിക്ക് തുടങ്ങിയിട്ടുണ്ട്. വർക്ക് കാര്യങ്ങളായിട്ട് അങ്ങനെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് ബിസി കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്നാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് റിസ്ക് ഉണ്ടാവും. ഓഫീസിൽ പോകണം, അതെല്ലാം അതിനെക്കാട്ടി ഇരട്ടി റിസ്ക്കാണ് കേട്ടോ. അതും അങ്ങനെ പോയാൽ എനിക്ക് ഫുള്ള് തന്നെയാണ് പരിപാടി. പിന്നെ മോൻ വന്നാൽ അവനെ അമ്മേനെ കേൾപ്പിച്ചിട്ട് പിന്നെ ഞാൻ പിന്നെയും വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അവന് കാർത്തു കാര്യങ്ങൾ ഇട്ട് കൊടുത്താൽ, ഫുഡ് എന്തെങ്കിലും കൊടുത്ത് കാർത്തു കാര്യങ്ങൾ ഇട്ട് കൊടുത്താൽ ആളവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് ആദുവിൻ്റെ അംഗനവാടിയിൽ ഡാൻസാണ്. അപ്പോൾ അതിൻ്റെ ആലോചനകളിലാണ് ഞാൻ. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ആലോചനകളിലാണ്. അപ്പോൾ നാളെയാണ് കേട്ടോ പരിപാടിയൊക്കെ നാളെയാണ്. അപ്പോൾ ഇന്ന് പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞാൻ, ടിയ, ഷാരൂട്ടാ. ഇതാണ്, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിക്കലില്ല. എന്താ പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ലേ, കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വരണ്ടെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാൻ കേട്ടോ. ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ ടിയ എന്നാണ് ആളെ പേര്, ടിയാര എന്നാണ് കേട്ടോ. ടിയ, അതുപോലെ ഷാരു മുത്തച്ചി കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടി നേരെ ഡ്രസ്സൊക്കെ വാങ്ങി വന്ന് വീട്ടിലെത്തി. എനിക്ക് വൈകിട്ട് ഈ ഡ്രസ്സായിട്ട് അംഗനവാടിക്ക് പോകണം. കയ്യുമ്മ കെട്ടുന്ന സാധനമാണ് കേട്ടോ ഈ വെള്ള കവറിൽ. ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നു. റെൻറ്റിനാണ് കേട്ടോ. റെൻറ്റിന് വാങ്ങിക്കൊണ്ടുവന്നത് അംഗനവാടിക്ക് പോവുകയാണ്. 3:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ വേഗം അംഗനവാടി പോകണം. അപ്പം ഞാൻ എന്താ പറയുന്നത് പറഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിൻ്റെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കില്ല. ഞാൻ സംസാരിക്കുന്നുണ്ട്, പക്ഷേ സൗണ്ട് കേൾക്കണില്ല. അതുണ്ടായത്. കുറേ വണ്ടിയും കാര്യങ്ങളും അപ്പുറത്ത് മറ്റേ വീട് പണിയൊക്കെ ഉണ്ട്, ടൈൽസൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും, മിഷൻ ഓണാക്കിയതിൻ്റെ സൗണ്ടൊക്കെയാണ്. എൻ്റെ സൗണ്ട് ഒന്നും കേൾക്കണില്ല. അതാണ് ഞാൻ പിന്നെ ഓൺ വോയിസ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നേരെ അംഗനവാടി പോവുക. എല്ലാവരും ഭയങ്കര സർപ്രൈസിലായിരിക്കും. ഭയങ്കര പറഞ്ഞാൽ നമ്മളിത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണല്ലോ അവർക്ക്, ഇങ്ങനെ വെറൈറ്റി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വരിക, നമ്മളെ ബാക്കിലൊരു അപ്പൂപ്പ ഉണ്ടായിരുന്നേ. ഞാൻ ഈ വെയിറ്റുള്ള സാധനമൊക്കെ പിടിച്ചു കൊണ്ടിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ അംഗനവാടി പോവുക. ഒരു ടെൻഷൻ കേട്ടോ. അമ്പുടുൻ്റെ ആദ്യത്തെ ഡാൻസാണ്. എന്നാൽ അംഗനവാടിയിലുള്ള എല്ലാ അംഗനവാടിയത്തെയും നമ്മളവിടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടിക്ക്. അപ്പം രാവിലെ ഒരു 7:30 നേരത്തൊക്കെ 7:30-8 മണി നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 7:30 വരെ ഉണ്ട് കേട്ടോ പരിപാടി. അപ്പോൾ ഞാനത് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ അങ്ങാടിയിലാണ്, നമ്മളെ ഉള്ളവർക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ അങ്ങാടിയിലാണ്, നമ്മളെ ചേർക്കോട് അങ്ങാടി തന്നെയാണുള്ളത് കേട്ടോ. അവിടെ ഈ സ്ഥലത്തിന് പാറമ്മൽ അങ്ങനെയൊക്കെയാണ് പറയുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ നമ്മളെ പാപ്പന്നൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് അംഗനവാടിയൊക്കെ കേട്ടോ. അവിടെ എത്താനായിട്ടുണ്ട്. ഇനി നാളത്തെ ടെൻഷനാണ് എനിക്ക്. എന്തൊക്കെയാവും, എങ്ങനെയാവും, അമ്പുടു ഡാൻസ് കളിക്കുമോ എന്നുള്ളൊക്കെ ഒരു ടെൻഷനാണ് കേട്ടോ. പാപ്പന്നൂർ ശിവക്ഷേത്രം വഴിയാണ് കേട്ടോ. ഈ ഒരു ദിവസം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ലെങ്കിലും പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും ഒരു ദിവസം വരണം കേട്ടോ. നമ്മൾ ശിവൻ്റെ വിഗ്രഹമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്പോസിറ്റുള്ള റോഡ് തന്നെയാണ് അംഗനവാടിക്കുള്ളതാ. ഇവരൊക്കെ ഓടി വന്നിട്ടുണ്ട്. എൻ്റെ കവറ് കണ്ടിട്ട് ആൾക്കാരെ ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും അമ്മമാരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ആയിട്ടുള്ള അവനാൻ്റെ ഡ്രസ്സുകളൊക്കെ ഇടിപ്പിച്ച് നോക്കി സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ അവരോട് ജനഗണമന ചൊല്ലുന്നുണ്ട്. പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജനഗണമന ചൊല്ലി ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്കാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അവിടുന്ന് ഞാൻ സോപ്പിടണം, അവിടെ പോകണ്ടേ ഇവിടെ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ്, നാളെ ഡാൻസ് കളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നാളെ ഡാൻസ് കളിക്കണ്ടേന്ന് ഇങ്ങനെ പറഞ്ഞ ആ ഒരു ആവേശത്തിലായിരുന്നു. പിറ്റേ ദിവസം നീച്ച കേട്ടോ. അതുപോലെ ഇന്ന് നീച്ച്, അങ്ങനെ നീച്ചു. രാവിലെ നീച്ച്. ഇതാണ് അമ്പുടുൻ്റെ ഫ്രണ്ട്. ഇവിടെ ഏട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അംഗനവാടിയിലുള്ള അമ്പുടുൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പോകുന്നു. സ്കൂളിലെത്തി. ഇപ്പോൾ തന്നെ ഇവിടെ മാറ്റാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. വേഗം മാറ്റിച്ച് കൊടുത്ത് വേഗം ഡ്രസ്സ് മേലെ കൂടെ ഇടിച്ചൊരു ഇട്ടിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ
അപ്പോൾ അത് ആ ഡാൻസ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെടലാണ് കേട്ടോ. ഇവിടെ ഓരോരുത്തർ അങ്ങനെ സെറ്റാക്കി അതൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ നേരെ ഇനി വീട്ടിൽ കിട്ടാം. ഒരു 11:30 ഒക്കെ ആകുമ്പോഴത്തേനും 10 മണിന് മുന്നേ അതിൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ നിന്ന് അവിടുന്ന് പിന്നെ എല്ലാവരും കൂടി റിട്ടേൺ പോകുന്നു, ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നു. ഞാൻ പിന്നെ റെൻറ്റിനെടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഞാനായിരുന്നു ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് നമ്മളെ പിന്നെ ഡാൻസൊക്കെ പഠിപ്പിച്ച സാറിൻ്റെ ഇതാണ് കേട്ടോ, റെൻ്റൽ ഷോപ്പാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. വേണമെങ്കിൽ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ DM ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സ്ഥലം കാര്യങ്ങളൊക്കെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ റിട്ടേൺ വീട്ടിലേക്ക് പോകുന്നത് കഴിഞ്ഞ് രാത്രി ഏട്ടനും ഞാനും കൂടി ഏട്ടൻ്റെ ഫോണ് സ്ക്രീൻ കാർഡ് ഒട്ടിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ അമ്പടൂനൊരു ചെരുപ്പ് ഷാരും സാഹിലേട്ടനും കൂടി വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് മാറ്റിക്കാൻ വേണ്ടിയിട്ട് അവന് കൊള്ളുന്നുണ്ടായിരുന്നു, അതൊന്ന് മാറ്റിക്കാൻ വേണ്ടിയിട്ട് വന്ന് അത് മാറ്റിയെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ് ഇവിടെ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് നോക്കുകയാണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ കയറി, അത് കഴിച്ചു. മക്കളെ ഞാൻ ഇവിടേക്കൊന്ന് വന്ന് നോക്കണം. നമ്മളവിടെയുള്ള തിരുരങ്ങാടിയാണ് കേട്ടോ. അവിടെ ഈ ഹോട്ടല് ഷവർമ്മ മക്കളെ അടിപൊളി, തന്നെ അടിപൊളി. വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും DM ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.